വാ വാ നീ അറിയാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കമാൺ. നീ വരുമ്പോഴേ എനിക്കറിയാം വ്ളോഗിനുള്ള കണ്ടന്റാണ്. സുഹേർ വ്ളോഗ് എടുക്കുന്നു. സുഹേർ വരുമെന്ന് എനിക്ക് അറിയാം കേസ്, അതുകൊണ്ടാണ് ഞാൻ വ്ളോഗായിട്ട് റെഡി ആക്കുന്നത്. താങ്ക്സ് ടാ, ഹാപ്പി ബർത്ത്ഡേ സനി. വീണ്ടും ബർത്ത്ഡേ തീരുന്നില്ല. താങ്ക്സ് ടാ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇനി എനിക്ക് ആരും തരാനില്ല. ബർത്ത്ഡേ കഴിഞ്ഞെങ്കിലും ഗൈസ് നമുക്ക് വീണ്ടും ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. എന്താണ് ഇത് നോക്കട്ടെ അല്ലേ? ആവശ്യമുള്ള സാധനം വെയിറ്റ് ഉണ്ടല്ലോടാ. അൺബോക്സിങ് ദ എവിടെ വന്നാ അനം വന്നാ ടിഫിൻ. ഇപ്പം എനിക്ക് മനസ്സിലായി. ഇതിലോട്ടുള്ള സാധനമായിരിക്കുമല്ലോ ആക്ഷൻ ക്യാമറയ്ക്കുള്ള. വെരി തോട്ട്ഫുൾ. നോക്കട്ടെ ഗൈസ് എന്താണ് സാധനം. ഓ ക്ലാമ്പ് അല്ലേ? ഏല് വെക്കാനുള്ളടാ? ബൈക്കിലാണോ? ആ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് മടിയായിട്ടാണ് ഇത് വാങ്ങിച്ചാൽ യൂസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ഇന്നലെ ഒരു സായിപ്പിൻ്റെ ഞാൻ കണ്ട് ഇതേപോലത്തെ സെയിം സാധനം. ഞാൻ എടാ വേറെ കേസുണ്ട്, നീ ഒരു ദിവസം വരണം കൂടാ, നമുക്കിത് വെച്ച് പരീക്ഷിച്ച് നോക്കാനുള്ളതാണ്. ഗൈസ് ഇത് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന സാധനമാണ്. എനിക്കിത് വാങ്ങിച്ചു തന്നു. ഇനി നമ്മൾ ഇത് വെച്ച് പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള പരിപാടിയിലാണ്. കാറിലും ബൈക്കിലും ഒക്കെ സെറ്റാക്കാം. ഏയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് ടൈം മറ്റേ സോൾ സ്റ്റോറിൽ വെച്ച് കണ്ടതാണ്. ഹായ് പറ. അങ്ങനെ അടുത്ത ഹായ് ഹഫ്സ, സേ ഹായ്. ഓക്കെ ഹഫ്സ, ബീൻ ലോങ് ടൈം. only your husband is visible. Husband, he's being free these why are you like leaving him like this? Too much freedom you are giving him. കുറച്ച് പാരയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെക്കണമല്ലോ. ഇവനിട്ട് കുറച്ച് പാര വെക്കേണ്ട സമയമായി. സോ അതുകൊണ്ടാണ് ഇവ എൻ്റെ പഴയ പടമൊക്കെ എടുത്ത് കാണിച്ചത് കൊണ്ട് ഇവനിട്ടൊരു ചെറിയ സഹായം ഞാനും ചെയ്യണമല്ലോ. ഓക്കെ how are you? How is work? Everything all good? all good. How is your blogging life going? I'm hardly there. I don't even see anything. You guys are traveling? ഒന്നുമില്ലേ? കാപ്പിയെ കുടിക്കാൻ പോകണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട്. അപ്പൊ ഞാൻ പിന്നെ മറ്റേ മൗണ്ട് എവറസ്റ്റ് ആണല്ലോ കയറിയിട്ട് ഞാൻ വ്ളോഗ് നത്തിങ് ലൈക്ക് ദാറ്റ് മാൻ. അവനൊരു ചാനലുണ്ട് കേട്ടോ, സുഹേർ സെറ്റ്. സുഹേർ സെറ്റ് ഈസ് ബിക്കമിങ് ലേസി. ഞാൻ വെച്ച് ഞാനാക്കി ഏറ്റവും വലിയ ലേസി. സുഹേർ ഈസ് ഈവൻ മോർ ലേസി. നല്ലപോലെ പിന്നെ തേങ്ങ എന്താണ് ഇത് ഗുരു മറ്റേ ട്രാൻസ്ഫറാ ഇത്. ഞാൻ ഇവനെ ഗുരുവാക്കി വെച്ചിട്ട് ഈ സാധനം ഇതൊക്കെ വെച്ച് ചെയ്യാനുള്ള പരിപാടി ഇരിക്കുകയാണ്. കൊള്ളാം. ഇവൻ നല്ലപോലെ അവൻ ടെക്നിക്കൽ സാധനങ്ങൾ അറിയാം, പക്ഷെ ഇവനെ കിട്ടാൻ പാടാണ്. അതാണ് സംഭവം. വേറെ ഒരു ദിവസം നമുക്ക് വീഡിയോ, നമുക്കൊരു ട്രാവൽ ബ്ലോഗും ഒരു സാധനം ചെയ്യാം. 11 inch മാജിക് കാം വിത്ത് സൂപ്പർ ക്ലാം. വല്ല വീഡിയോ ഇടേ തലയിൽ കുത്തി ഇല്ലല്ലോ. ഓ നൈസ്. അൺബോക്സിങ് മാജിക് കാം. ഈ സാധനം ഞാൻ കുറെ നാളായിട്ട് വാങ്ങിക്കണം വിചാരിച്ചു. ഓ എന്നിട്ട് ഇത് തുറക്കണമല്ലേ? ഇതിപ്പോ സനിയുടെ ബൈക്കിലാണെങ്കിൽ ബൈക്കിൽ മൗണ്ട് ചെയ്തിട്ട് ടൈറ്റൻ ആക്കണം. എന്നിട്ട് ഈ ത്രെഡ് ഉണ്ടാവല്ലോ, ഈ സംഭവം തുറന്നിട്ട് ഈ ഒരു ത്രെഡിൽ മൗണ്ട് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? വളരെ ഉപയോഗമുള്ളൊരു സാധനമാണ് കേസ് കിട്ടിയിരിക്കുന്നത്. നമ്മളിത് വെച്ച് കുറേ പരീക്ഷണങ്ങൾ നടത്താനുള്ള പ്ലാനുകളുണ്ട്. ലെറ്റ്സ് സീ. ബൈക്കിലാണ് എൻ്റെ മെയിൻ പരിപാടി പ്ലാൻ ചെയ്യുന്നത്. ഒരു ദിവസം എന്തായാലും സുഹേറിനെ കൊണ്ടിറങ്ങാം. ഗിഫ്റ്റ് മാജിക് കാം. മറ്റേ ബൈക്കിൽ ഫിറ്റ് ചെയ്യാനുള്ള സാധനം, മറ്റേ ആക്ഷൻ ക്യാമറയും DSLR-ലൊക്കെ ഫിറ്റ് ചെയ്യുന്ന സാധനം. രണ്ടൊക്കെ വെക്കാം. വെച്ചിട്ട് ഫോണിനെ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഫോണിന്റെ POV ഷോട്ട് ഇങ്ങനെ എടുക്കാം. ഓ നമുക്ക് നോക്കാം. ഇത് വെച്ച് നമുക്ക് നോക്കാം. അടിപൊളിയാണ്. സുഹൈർ ഹാസ് ബീൻ ബിഹൈൻഡ് ദ ഇൻവെൻഷൻ ഓഫ് എ ലൈഫ് ടൈം. മനസ്സിലായത്? ഇതിൽ അവന് ചിലപ്പോൾ നോബൽ പ്രൈസ് കിട്ടും. ആളാ കാണിച്ചു കൊടുക്കുക ഇൻവെൻഷൻ. എല്ലാവരും കാണട്ടെ. കേട്ടതാട്ട് ഇതാണ് അവൻ കുറച്ച് നാളായിട്ട് വളരെ ഉറക്കവും ഊണും ഇല്ലാതെ അവൻ കണ്ടുപിടിച്ച ഐറ്റം കേട്ടാ. മൾട്ടി പർപ്പസ് അല്ലേടാ ഇത്. കൊള്ളാം. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. കൊള്ളാം. എന്തായാലും കഴിച്ചു അവനെ പറ്റത്തുള്ളൂ ഇങ്ങനത്തെയൊക്കെ ഓരോരോ ഇൻവെൻഷനുമായിട്ട് വരാനായിട്ട്. സാധനം എന്തായാലും കൊള്ളാം. അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോവാണ്. അവർ ഫേവറേറ്റ് പ്ലേസ് ഇപ്പോഴത്തെ ഫ്രൂസ്. അപ്പോൾ സോനുവും ചഹാനയും അങ്ങോട്ട് വരും. നമ്മളൊക്കെ വീഡിയോ കണ്ടിട്ട് അവൻ്റെ ജ്യൂസ് കുടിക്കണമെന്നുണ്ട്. അവനെ ഞാൻ കൊതിപ്പിച്ചിട്ടുണ്ട് ഗൈസ് എൻ്റെ വ്ളോഗിൽ കൂടി. എവരും ഉണ്ട് കൂടെ. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. സുഹൈർ ആൻഡ് ഫാമിലി ജ്യൂസ് കുടിക്കാൻ വേണ്ടി റെഡി. അല്ലെങ്കിൽ അവർ ഫുൾ ടൈം പുറത്താണ്, ഫുൾ ഫുഡീസാണ് അവർ. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ. ഫ്രൂസിലോട്ട് പോവുകയാണ്. ഷാസ് വന്നില്ല. ഷാസ് അവിടെ വാലോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മടി പിടിച്ച് വരുന്നില്ല. സോ ഞാനിപ്പോൾ നേരെ ഫ്രൂസിലോട്ട് പോകും. പോയിട്ട് എൻ്റെ ഫേവറേറ്റ് ഓറഞ്ച് ആപ്പിൾ പൈനാപ്പിൾ കുടിക്കട്ടെ, എന്നിട്ട് വീട്ടിൽ വരാം. അങ്ങനെ ഗൈസ് നമ്മൾ ഫ്രൂസിലെത്തിയിരിക്കുകയാണ്. ഇത് വേണ്ട ഫ്രൂസ്
അത്യാവശ്യം നല്ല ആൾക്കാർ വരുന്നുണ്ട്. എനിക്കൊന്നും ഇവിടുത്തെ റെഗുലർ ക്രൗഡാണെന്ന് പറഞ്ഞു കേട്ടോ വന്ന് ഇവിടെ ജ്യൂസ് കുടിക്കുന്നത്. അത്യാവശ്യം കുറേ പേര്. ബട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉള്ളതിൽ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ജ്യൂസ് കിട്ടുന്ന സ്ഥലമാണ് കേസ് ഇത്. ഫ്രൂട്ട്സ് കഴിക്കാത്തവരുണ്ടെങ്കിൽ വന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, എൻ്റെ അഭിപ്രായം പറയുക. നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേശ, അതിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മടിയാണെന്നവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കൊണ്ട് ഇറങ്ങാത്തതാണ്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ റെഗുലറായിട്ട് വന്ന് ജ്യൂസ് കുടിക്കുന്ന ഒരു സ്ഥലമാണ്. ലെറ്റ് സി സോനുവിനും സുഹാറിനൊക്കെ ഇത് ഇഷ്ടപ്പെടുമില്ല എന്നുള്ളത് നോക്കാം. അവരെ പുതുതായിട്ട് വിളിച്ചുകൊണ്ട് വന്നതല്ലേ, അവരുടെയും കൂടെ അഭിപ്രായം നോക്കിയിട്ട് ഒരു മെജോറിറ്റി ഇത് നമുക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് വരുന്നത്. കണ്ണാടിയൊക്കെ വെച്ച് രാത്രി എന്തായാലും നമുക്കും കയറിയിട്ട് വരാം ഗൈസ്. ബൈറ്റ്. ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമുകളാണ്. ഓർഡറിങ് ആണ് ഗൈസ്. വരാം, ഓർഡർ ചെയ്തിട്ട് വരാം. ബൈറ്റ്. ഇവരുടെ അഭിപ്രായം കൂടെ കേൾക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വിശ്വസിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ റിവ്യൂവിന് വേണ്ടി ആളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. വേറെ എന്താണ് നീ പറഞ്ഞത്? അൽഫോൺസോ മാംഗോയാ? അപ്പോൾ ഏവ എപ്പോഴും ഈ മാംഗോ, പിന്നെന്തോന്ന് ബ്രൗണി ഷേക്ക് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ തിന്നുന്നത്. ചോക്ലേറ്റ്, ഈ ചോക്ലേറ്റ് ഷേക്കൊക്കെ കുടിക്കുന്നതല്ലേ? ഞാനും സോനുവും ഓറഞ്ച് മാംഗോ അല്ല ഓറഞ്ച് ആപ്പിൾ പൈനാപ്പിൾ ആസ് ഓൾവേസ്. കഴിഞ്ഞ തവണ ഓർഡർ ചെയ്ത അതേ സെയിം സാധനം. ഞട്ടിയും പിന്നെ ഒരു മിൽക്ക് ഷേക്കിൻ്റെ ഒരു സാധനം. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരാം. സാധനം വന്നിട്ട് വരാം ഗൈസ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാം. എന്നിട്ട് ഹെൽത്തി തുടങ്ങിയിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ അൺഹെൽത്തിയിലോട്ട് പോകുന്നതാണ് പറഞ്ഞത് ഗൈസ്. ഇത് ഈജിപ്തിലെ ഓറഞ്ചാണ്, 189 കിലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടുത്തെ പ്രൈസൊക്കെ കാണിക്കുന്നുണ്ട്. ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവർ മിക്കവാറും എന്നെ സ്പോൺസർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ഇവിടെ അത്യാവശ്യം പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സിൻ്റെ. കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു ക്യാരറ്റെങ്കിലും ഫ്രീ തരേണ്ടിയില്ലേ? അല്ലടാ, ഇതെന്തോ പപ്പായ ചക്കേ? അതെ, റെഡ് ചക്ക, റെഡ് ജാക്ക് പോട്ട്സ്. എത്ര രൂപ? 179 രൂപ ഒരു ഈ ചെറിയ ബോക്സ് ചക്കയ്ക്ക്. നീ ചക്ക തിന്നണ്ട, അവിടെ വെക്കടാ. അവിടെ കട്ടവില്ല, വേണ്ട. അത് ബീട്രൂട്ടാ, ഡ്രാഗൺ ഫ്രൂട്ട്. ഇവരിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കേസ്. അതാണ് ഇതൊക്കെ കണ്ട് കമ്പനിയെ ശേഖരണം കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ഇതാര് വണ്ടിയൊക്കെ എടുത്തോണ്ട് പോണത്? എന്തോന്നു കൊള്ളാം. NRI ആയിട്ടുള്ള നീ ഇങ്ങനെ 500-നെയൊക്കെ പറ്റി പറയുന്നത് വളരെ കഷ്ടമാണ്. 550 രൂപ 550 രൂപ എടുത്തു. എവിടെ ദുബൈയിൽ തന്നെയായിരുന്നു? ഊബറിയൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടമല്ല ഈ പുളിപ്പുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. നല്ല മധുരമുള്ള സാധനം. പൊമേല വാങ്ങിച്ച് വെട്ടി തിന്നാലോ? വേണ്ട, നമ്മൾ ചക്ക വാങ്ങിച്ചാ വേണ്ട. രാത്രി ചക്കയൊക്കെ തിന്നിട്ട് വേണം. അവിടെ ലഡു അവിടെ താഴെ പ്ലംസ്. ഓ നൈസ്. ഷഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിരിക്കുകയാണ്. ഷഹാന VIP ആണോ? ഇല്ല, ഞാൻ കാണിക്കുന്നില്ല, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. ബ്ലോഗാണെന്നുള്ള കാര്യമാണുള്ളത്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഫുഡ് കഴിട്ടെ. നമ്മളിവിടെ കൺഫ്യൂസ്ഡ് ആണ് ഏതെടുക്കണമെന്നുള്ളത്. എന്തോണത്? ഗ്രേപ്പ് ദിൽഖുഷൊക്കെ ഇരിക്കണമല്ലോ. ടർക്കിയിൽ ആപ്പിള്, ഇവിടെ സൗത്ത് ആഫ്രിക്കൻ പ്ലംസ്. അയ്യോ വേണ്ട, നമുക്ക് ജ്യൂസ് കുടിക്കാം. നമ്മൾ എന്തിനു ഫ്രൂട്ട്സ് വാങ്ങിക്കണം? ഓൾറെഡി നമ്മൾ വേണ്ട, എത്ര രൂപ എടുത്ത് ട്രൈ ചെയ്യണ്ട. ഇത് നീ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല, എനിക്ക് വരണത്. ഞാൻ പിന്നെ ജ്യൂസ് പറഞ്ഞ എന്തിനാണ്? ആര്? അങ്ങനെ പറ. അതൊക്കെ പൊളിച്ചെടുക്കണോടാ. എനിക്ക് കട്ടൊക്കെ ചെയ്തെടുക്കണം. വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്ക് ജ്യൂസ് മതിക്കാതെ അവന്മാര് ഫ്രൂട്ട്സ് ഒക്കെ പറയണേ. ഞാൻ എന്തായാലും ജ്യൂസ് വന്നിട്ട് വരാം. മിണ്ടാതെ വരാൻ പാടില്ല. അവിടെ നിന്ന് ദൂരം നിന്ന് എനിക്കിങ്ങനെ കൈ കാണിക്കണം. ഇനി വന്നോ? വന്നോ. അപ്പോൾ ഗൈസ് എനിക്ക് ജ്യൂസ് വന്ന് സാധനം കിട്ടി ഗൈസ്. നമ്മളതാണ് ആദ്യം വന്നത് ഗൈസ്. പൊളി. ഇനി ഇത് കുത്തി അതാ ഒന്ന് കൈ കുത്തറാത്. നമുക്കിവിടെ ആൾ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് സാധനമൊക്കെ ചെയ്യാൻ ആൾക്കാരുണ്ട്. മറ്റേ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നത്. താങ്ക്സ് ഡാ, താങ്ക് യു സോ മച്ച്. യെസ് ഓഫ് കോഴ്സ്. ഇതാണ് പാക്കിങ് കേട്ടോ. ഇടേ മാനേജറോ ഓണറോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഗൈസ് നമ്മളിത് നല്ല രീതിയിൽ പ്രൊമോഷൻ അല്ല, സാധനം നല്ലതാണ്, അതുകൊണ്ടാണ്. നൈസ് കേട്ടാ, കിട്ടില്ലോ അല്ലേ? അങ്ങനെയുണ്ട്. ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ. നീ ക്യാരറ്റാണോ പറഞ്ഞത്? എടാ ദുഷ്ട, ഞാൻ ആപ്പിളും ഓറഞ്ച് ആപ്പിൾ പൈനാപ്പിൾ അല്ലടാ പറയാൻ പറഞ്ഞത്. ഇല്ല, ഇതിൽ ക്യാരറ്റ് ഇല്ല, ആപ്പിളാണ്. അതെ, ഇത് ക്യാരറ്റാ. കുഴപ്പമില്ല, രണ്ടും ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആക്ച്വലി പറഞ്ഞത് ഓറഞ്ച് ആപ്പിളും പൈനാപ്പിളും ആണ്. എവൻ മറ്റേ ഓർഡർ തെറ്റിച്ചിട്ട് ഓറഞ്ച് ക്യാരറ്റ് പൈനാപ്പിൾ ആക്കി ഗൈസ്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം ഗൈസ്. ഇത് വേറെന്തോന്നു? നീ ആ മെനുവിൽ പോയി നോക്ക്. ആ മെനുവിൽ പോയി നോക്കിട്ടാ ഞാൻ കാണിച്ചു തരാം. ഓറഞ്ച് ആപ്പിൾ പൈനാപ്പിൾ എന്നൊരു സാധനം നീ കണ്ട?
അല്ല ഓറഞ്ച് ആപ്പിൾ പൈനാപ്പിൾ എന്നൊരു സാധനം ബാ മെനു കണ്ടിട്ട് തന്നെ കാര്യം ഇതൊന്ന് ക്യാരറ്റ് ആപ്പിൾ പൈനാപ്പിൾ ഓ ശരിയാണ് അങ്ങനെയാണല്ലേ ഒരു സാധനം പോലും ഇല്ല. ഓ അപ്പൊ ക്യാരറ്റും ആപ്പിളും പൈനാപ്പിളും ആണ് വെച്ചാൽ നീ അപ്പൊ നമ്മളെന്താ ഓർഡർ ചെയ്താ ക്യാരറ്റ് ആപ്പിൾ പൈനാപ്പിൾ സോറി ഗൈസ് തെറ്റെന്റെ ഭാഗത്താണ് ക്യാരറ്റ് ആപ്പിൾ പൈനാപ്പിൾ ഓറഞ്ച് ആപ്പിൾ അല്ല എന്തേ ഓറഞ്ച് ക്യാരറ്റ് പൈനാപ്പിൾ ഉണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് അത് ഒരുപാട് ഓർഡർ ചെയ്തതിന്റെ കൺഫ്യൂഷനാണ് ഗൈസ് വിവോ X200 Pro അതിൽ ഞാൻ മൊത്തം മറ്റേ അനിമേഷൻ ഒന്നായി വർക്കാത്ത ആണ്ടാ ഫുൾ അനിമേഷൻ സാധനങ്ങൾ മറ്റേ ആൻഡ്രോയിഡ് ഭ്രാന്തനാണ് എന്നാടാ കൊള്ളാം നല്ല മഞ്ഞ കേസ് വെച്ചോ ഞാനൊരു ഷവമി 17 അൾട്രയ്ക്ക് ഒരു പച്ച കേസ് വാങ്ങിച്ചു കേസ് ഒരു ലൈം ഗ്രീൻ പറഞ്ഞപ്പോൾ ഒരു ഒലീവ് ഗ്രീൻ കിട്ടും അത് ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്കാണ് എനിക്ക് ഫുള്ള് കുടിക്കാനൊന്നും പറ്റൂല ആണോ അവിടെ ഇതെങ്ങനെയുണ്ട് കുടിച്ചാ കപ്പിൾസ് എങ്ങനെയുണ്ട് നീ പറ ഹൗസ് ദ നട്ടി സ്നിക്കേഴ്സ് പോലെ ചോക്ലേറ്റ് നട്ടി ഈസ് ടു ചോക്ലേറ്റ് അതാണ് കേസ് റിവ്യൂ നട്ടി ഭയങ്കര ചോക്ലേറ്റ് ആണ് നീ എന്തോടെ കുടിച്ചത് കുടിച്ചു കഴിഞ്ഞാ ഓ ഡോക്ടറിന്റെ താണ്ഡവം കാണി ഇതിനൊക്കെ തിരിച്ച് അവള് വീട്ടിൽ എത്തിയിട്ടാണ് കൊടുക്കുന്നത് എന്താണ് സോനു ഇതാക്ക അത് ശരി ഗൈസ് പോമഗ്രനേറ്റ് ജ്യൂസ് കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വരാം അങ്ങനെയുണ്ട് വേറെ ഹലോ പറയേ അൽഫോൺസോ മാംഗോ അങ്ങനെയുണ്ട് അടിപൊളി ഭയങ്കര ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ നല്ല സെറ്റപ്പാണ് കേട്ടോ എവളെന്തായിരുന്നു കുടിച്ചത് എനിക്കൊന്നും വന്നിട്ടില്ല വന്നില്ലല്ലേ ഓ അതാണ് അവളിങ്ങനെ അക്ഷമയായിട്ട് കാത്തിരിക്കുന്നത് ഹലോ അങ്ങനെയുണ്ട് അടിപൊളി മെനു നോക്കി ചെറിഞ്ഞോണ്ടൊക്കെ അടിപൊളി എന്ന് പറയുന്നത് എന്താണ് യൂസ് കിട്ടാത്തതിൻ്റെ സങ്കടമാണ് എനിക്ക് മാത്രം കിട്ടിയില്ല ആ സാധാരണ സുഹേറിനാണ് ലാസ്റ്റ് കിട്ടുന്നത് ഇന്ന് എവക്ക് അതേത് നിന്റെയാണോ കിട്ടിയത് പവർ പാക്ക് ഓട്സ് കാച്ചത് കുടിക്ക് ഇതെങ്ങനെയുണ്ട് സഭ്യമായ അഭിപ്രായം പറ ആ ബനാനയാണ് കൂടുതലും എനിക്ക് കിട്ടുന്നത് ബനാന കിട്ടുന്നുണ്ട് കൊള്ളാം സാധനം കൊള്ളാം എങ്ങനെയുണ്ട് എന്തോ ഒരു ഓട്സ് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ ഹെൽത്തി ആടി ഓട്സ് ഹെൽത്തി കുട്ടാ നമുക്ക് എന്താ ഓർഡർ അൽഫോൺസ് മാംഗോ തിന്നായിരുന്നു ഹെൽത്തി കുട്ടൻ നമ്മള് നമ്മളൊരു പോമഗ്രനേറ്റ് അതും പറഞ്ഞ അത് പറഞ്ഞ ഇവന് ഓ നമുക്ക് രണ്ടെണ്ണം പോമഗ്രനേറ്റ് നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടെ കുടിക്കുള്ളൂ guys. എനിക്ക് അത്രയ്ക്കുള്ള ശേഷിയില്ല ആഫ്രോഡെസിക്കാണ് ഞാൻ വീട്ടിൽ പോയിട്ട് അല്ല ഞാൻ ഒന്നും പറയുന്നില്ല വരാം ഗൈസ് ഞാൻ കുടിച്ചു എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും പൊമഗ്രനേറ്റിന്റെ കോൾഡ് പ്രസ് ഓ പൊളി സൂപ്പർ സാധനം ഒന്നും വരുന്നില്ലല്ലോ കുടിച്ചിട്ട് അല്ല പച്ചവെള്ളം ഇല്ല ഫുള്ള് ജ്യൂസാണ് ഫുൾ ജ്യൂസ് പൊമഗ്രനേറ്റ് മാതളം നല്ല റിഫ്രഷിങ് കേട്ടോ ആ കൊച്ചവിടെ പോയി അങ്ങോട്ട് പോയി വരുന്നില്ലല്ലോ അത് തന്നെ ഞാനും കുടിച്ചപ്പോൾ വന്നില്ല കലങ്ങിയില്ല മറ്റേ മൂവി പറയുന്നല്ലേ നീ താഴത്തോട്ട് കൂടാതെ മേളിലേക്ക് ഇത് മസ്റ്റ് ഇത് കൊള്ളാം കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ മിൽക്കിന്റെ ബേസിനെക്കാളൊക്കെ നല്ലത് നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള കോൾഡ് പ്രസ് ആണ് നല്ലത് നല്ലത് അതാണ് കോൾഡ് പ്രസ് ആണ് കുറച്ചുകൂടെ ചുമ്മാ ഈ മിൽക്കൊക്കെ ആഡ് ചെയ്യുന്നത് ഹെൽത്തി അല്ല എന്നല്ലേ ഇത് ഏറ്റവും നല്ലത് വെറുതെ ഓട്സ് കഴിച്ചത് മേടിച്ച സമയം ഓട്സ് കാച്ചിയാ കൊള്ളാം ഇഷ്ടപ്പെട്ടാ നാവും കൂടെ കൊടു ടോപ്പ് സാധനം പൊമഗ്രനേറ്റ് കൊള്ളാം കേട്ടോ പോമോ അനാർക്കലി മരക്ക അയ്യോ അനാർ ഞാൻ ഒന്നും പറഞ്ഞില്ല മലയാളം മൂവി ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞങ്ങ് പോയി അനാറൊന്നും അവൾ കുടിക്കോ അനം കുടിക്കോ ഏയ് റൈറ്റ് ഡ്രിങ്ക് മാംഗോ പറ്റിക്കാം ഇതാ റൗണ്ടൊക്കെ അടിച്ചിട്ട് വരുന്നുണ്ട് ഒന്ന് റൗണ്ട് അടിച്ചാലും കുടിക്കരുത് എന്നാലും ഒരു ശയന പ്രദർശനം കഴിഞ്ഞത് എത്തിയല്ലോ എന്നാ കുടിച്ചോ വില കൂടിയതാ കളയണ്ട ജ്യൂസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇതാ നല്ലത് എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ കോൾഡ് പ്രസ്സാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നിട്ട് കോൾഡ് പ്രസ് ട്രൈ ചെയ്യുക ഇറ്റ്സ് അടിപൊളി നൈസ് നമ്മൾ അവക്കാഡോ ആൻഡ് മിൽക്ക് അതൊക്കെ ആരും കുടിക്കും ഓ നീയോ നീ കുടിക്കുന്നു ആ വേറെ എന്താണ് വയ്യേ നിനക്ക് ഒരെണ്ണം വീട്ടിൽ കൊണ്ട് ഫ്രിഡ്ജ് വെക്കും നാളെ ഇല്ല തീർന്നു അറിയാം എന്താ ഇത് ജ്യൂസ് കൊണ്ട് ആറാട്ടോ കഴിഞ്ഞിട്ടില്ല ഇത് ഷേക്ക് എല്ലാവരുടെ കയ്യിലും ഓരോ ജ്യൂസ്
ഷേക്കിംഗ് കപ്പിൾസ് മുടിവിലൊക്കെ ആക്കിന്ന് തോന്നണേട്ടാ തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അടുത്ത 2 ജ്യൂസ് വന്നിട്ടുണ്ട്. എല്ലാ ജ്യൂസും ട്രൈ ചെയ്തെന്ന് തോന്നുന്നു. തുടങ്ങട്ടെ, ആരംഭിക്കലാമ. ഇതേതാണ്? അവക്കാഡോ മിൽക്ക്. ഷുഗർ ഒന്നുമില്ല, ആഡഡ് ഷുഗർ ഒന്നുമില്ല. ഏതാണ് അവക്കാഡോ? മിൽക്ക് ഷേക്ക്. ഓക്കെ. ആദ്യം ഭാര്യയ്ക്ക് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യലാണ്. എന്തെങ്കിലും പറ്റണമെങ്കിൽ അവൾക്ക് പറ്റട്ടെ. നിനക്ക് അത് അവൻ കുടിച്ച ആദ്യം, എന്നിട്ട് നിനക്ക് തന്നു. അവൻ ഡോക്ടറും കൂടെ ആയിട്ട് എല്ലാരും രക്ഷിച്ചോളും. ലൈവ് ഡോക്യുമെന്റേഷൻ. നോട്ട് ബാഡ്. യു ക്യാൻ പ്രൊസീഡ്. യെസ്, സുഹൈർ ക്യാൻ പ്രൊസീഡ്. എനിക്കാണ് ഇനി വേണ്ട. അയ്യ ഇന്നത്തേക്ക് ഞാൻ റെസ്റ്റ്. അതല്ലേ കുടിച്ചോണ്ടിരിക്കുകയല്ലേ, കുടിച്ചോ. എൻ്റെ വയറ് ഫുള്ളായി കേസ്. എനിക്ക് ഇനി കുടിക്കാനും ഒന്നും വയ്യ. ആർക്ക്? എനിക്ക് ഇല്ല കേസ്, മട്ടൻ ബിരിയാണി ഒന്നും ഇല്ല. എല്ലാം കഴിഞ്ഞ് ഇന്നത്തേക്കുള്ള ഓവർ. അപ്പോൾ കേസ് ഇന്ന് എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചൊരു കഴിക്കായി. സോ നോട്ട് ഷുവർ ഇത് ഒരു വ്ളോഗായിരിക്കും, അത് 2 ദിവസത്തിൻ്റെ ഒരുമിച്ചിടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കാൻ തരും. എല്ലാവരും ബൈ പറ ഗൈസ്. ചിലപ്പോൾ ഞാൻ ഇത് ഒരു വ്ളോഗായിട്ട് തന്നെ ഇടും, പറയാൻ പറ്റില്ല. ബൈ 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 അഫ്സ, ബൈ ടാറ്റ, ബൈ. ശരി ഗൈസ്.